ഈദ് മുബാറക്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ചുരുങ്ങി 3-4 പോയിന്റുകളായി മാറി. ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ എന്താണ് അന്തിമമായിട്ടുള്ളത് അമേരിക്കയുടെ പരിഗണനയിലേക്ക് ഇതാ ഇരിക്കുന്നു എന്ന് ഇറാൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നിവിടെ നൈറ്റ് അപ്ഡേറ്റ് സൂചിപ്പിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇറാന്റെ കടൽ ഭാഗത്ത് കൺവെട്ടത്ത് നിന്ന് അമേരിക്കൻ സൈന്യം പിൻവലിയുക. രണ്ടാമത്തെ കാര്യം, ഇറാൻ പോർട്ടുകളെ പ്രതിരോധിച്ചുകൊണ്ടും ഉപരോധിച്ചുകൊണ്ടും ഇപ്പോൾ നിൽക്കുന്ന അമേരിക്കയുടെ ബ്ലോക്കേഡ് അത് പെട്ടെന്ന് പിൻവലിക്കുക. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രതിക്രിയ എന്ന രൂപത്തിൽ ഹോർമൂസ് കടലിടുക്ക് നേരത്തെ ഫെബ്രുവരി 28 മുമ്പ് എന്തായിരുന്നോ അതേ അവസ്ഥയിലേക്ക് കൊണ്ടുവരും. പക്ഷേ കൃത്യമായിട്ടത് കൊണ്ടുവരാൻ വേണ്ടി 1 മാസത്തെ പണിയെടുക്കണമെന്ന് ഇറാൻ പറയുന്നുണ്ട്. അവിടെയൊക്കെ പാകിയിരിക്കുന്ന മൈനുകളെല്ലാം നീക്കം ചെയ്യാൻ കുറഞ്ഞത് 30 ദിവസം വേണമെന്ന് ഇറാൻ പറയുന്നത്. ഒപ്പം UN ഒരു റെസൊല്യൂഷൻ കൂടെ വരണം, ഇനി യുദ്ധമൊന്നും ഉണ്ടാവില്ല എന്നും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടില്ല എന്നുള്ള രൂപത്തിൽ UN ഇതിനകത്ത് ഇടപെട്ടിട്ട് തീരുമാനം കൊണ്ടുവരണം. ഇന്നിങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് അന്തിമമായിട്ട് ഇപ്പോൾ മിനുക്കി കൊടുത്തിരിക്കുന്ന ഫൈനൽ പ്രപ്പോസൽ എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഈ പ്രപ്പോസലിന്മേൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഇന്ന് തന്നെ അടിയന്തരമായ ഒരു ഫുൾ ക്യാബിനറ്റ് യോഗം അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ചേരാൻ പോകുന്നു. അതായിരിക്കും തീരുമാനമെടുക്കുക. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപിന് മേൽ അമേരിക്കയിൽ നിന്ന് തന്നെ സമ്മർദ്ദമേറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് നടക്കാനിരിക്കുന്ന ക്യാബിനറ്റ് യോഗത്തിൽ ഒരു നിർണായകമായ തീരുമാനമെടുക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിനിടയിൽ ഈ IRGC പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം പല കാരണങ്ങൾ പറഞ്ഞും സെൽഫ് ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്ക ഹോർമൂസ് കടലിടുക്കിന്റെ ചുറ്റുവട്ടത്തുള്ള ചില പ്രദേശങ്ങളിലൊക്കെ ആക്രമണം നടത്തി, ബോട്ടുകൾ തകർത്തു, മിസൈൽ സെന്ററുകൾക്ക് മേൽ ആക്രമണം നടത്തി. അതിന്റെ പ്രതികാരം ചോദിച്ചിരിക്കും എന്ന രൂപത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് IRGC മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ സങ്കീർണമായ സാഹചര്യം സൃഷ്ടിക്കുമോ എന്ന ഭയം അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയും ചെയ്യുന്നു IRGC എന്ന അറിയിപ്പും വരികയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arim Bakers, Fira Foods, Al Saud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.